ഹായ്, നമസ്കാരം. ഞാൻ വിനോദ് മൂത്തേടം. ഞാൻ കണ്ടെത്തി, നിങ്ങൾക്കും കണ്ടെത്താം. അപ്പോൾ നമ്മൾ ഇന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് സ്പെഷ്യൽ എഡ്യൂക്കേഷനെ കുറിച്ചാണ്. എന്താണ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ? ഭിന്നശേഷിക്കാരായ ഓട്ടിസം, സെർബൽ പാൽസി, അങ്ങനെയുള്ള MR അങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പൊതുസമൂഹത്തിൽ അവരെ എങ്ങനെ നമ്മൾ മുന്നിൽ നിലനിർത്താം, അവർക്ക് പൊതുസമൂഹത്തിൽ ചെന്ന് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് കാര്യങ്ങൾ, നമ്മുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്, വീടിനെ കുറിച്ച് എന്താണ് അവർക്ക് അറിയാവുന്നത്, അങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് അവർക്ക് ബോധന്മാരാക്കി കൊടുക്കേണ്ടത് നമ്മുടെ ഓരോ രക്ഷകർത്താക്കളുടെയും ആവശ്യമാണ്. അത് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയുമാണ്. അപ്പോൾ അതിൻ്റെ ചില ടിപ്സുകൾ മാത്രമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞു തരാൻ പോകുന്നത്. അത് നിങ്ങളുടെ കുട്ടികൾക്ക് പ്രാവർത്തികമാക്കും, നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്ന് ഞാൻ കരുതട്ടെ. അപ്പോൾ ആ ക്ലാസ്സിലേക്ക് നമുക്ക് പോകാം. ക്ലാസ്സിലേക്ക് നമ്മൾ പോവുകയാണ്. ആദ്യം അവരെ പഠിപ്പിച്ചു കൊടുക്കുന്നത് ചെറുതേത് വലുതേതാണ്. അപ്പോൾ ഞാനിവിടെ വീട്ടിൽ ആരൊക്കെ ഉണ്ട് എന്നുള്ളത് രണ്ട് വിഷയങ്ങളെ കുറിച്ചാണ്. വീട്ടിൽ ചെറുതാര് വലുതാര്, അതായത് വീട്ടിൽ ആരൊക്കെ ഉണ്ട് എന്നതിനെ കുറിച്ചാണ് നമ്മളിവിടെ ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ സമൂഹത്തിൽ നമ്മുടെ കുട്ടികളെ അത് ബോധന്മാരാക്കേണ്ടതാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇന്നൊരു കിളിയെ ഞാനിവിടെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. വലിയ കിളിയും ചെറിയ കിളിയും. അത് കളറുള്ള കിളിയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യമാണ്. കുട്ടിക്ക് കളർ ബോധ്യപ്പെടുത്തി കൊടുക്കാനുള്ള ഒരു കാര്യമാണ് വലിയ കിളി ചെറിയ കിളി എന്നുള്ളത്. അത് നമ്മൾ പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്കണം. അതുപോലെ തന്നെ ഒരു പൂച്ചയുടെയും എലിയുടെയും ഒരു പടം ഞാനിവിടെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. അതിൽ പൂച്ചയാണോ വലുത് എലിയാണോ വലുത് എന്ന് കുട്ടിയെ നമുക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും. അപ്പോൾ അത് മാത്രമല്ല, ഇതിനകത്ത് വലുതും ചെറുതും കാണിക്കാം. അതുപോലെ തന്നെ വ്യത്യസ്തമായിട്ടാണ് പൂച്ച ആര് എലി ആര് എന്നുള്ളത് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയും. ഇതേപോലെ ഒരു ഫോട്ടോ വെട്ടിച്ചിട്ട് അവരെ കാണിച്ചു കൊടുക്കുക. അതുപോലെ ഇന്നലെ നമ്മൾ വീട്ടിൽ പഠിച്ച കാര്യങ്ങൾ എന്ന് വെച്ചാൽ വീട്ടിൽ എന്തൊക്കെ ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ അത് കുട്ടിക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പാണ് വീട്ടിൽ ആരൊക്കെ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ വീട്ടിൽ ആരൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ റൗണ്ട് വരച്ചിട്ട് വീട്ടിൽ ആദ്യം ആരാണ് ചോദിച്ചേക്കുക, ആരാണ് മുതിർന്ന ആള് എന്ന് ചോദിച്ചു നോക്കുക. വീട്ടിൽ ആരാ മുതിർന്ന വെച്ചാൽ അച്ഛനാണെന്നെങ്കിൽ അവനോട് എഴുതാൻ പറയാം. അത് സ്കെച്ച് പേനയും കൊണ്ട് കൊടുത്ത് എഴുതിപ്പിക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതം. അപ്പോൾ അവന് സന്തോഷപരമായിട്ടുള്ളൊരു കാര്യമായിരിക്കും സ്കെച്ച് കളർ പെൻസിലും കൊണ്ട്. അപ്പോൾ ഓരോ ഇതും അച്ഛനാണെങ്കിൽ അച്ഛൻ എഴുതുക, അമ്മയ്ക്ക് വേറൊരു കളർ പെൻസിൽ കൊടുക്കുക. അപ്പോൾ അമ്മ, രണ്ടാമത്തെ ആള് അമ്മ, മൂന്നാമത്തത് ആരാണ് ചേട്ടൻ, അത് കഴിഞ്ഞ് ചേച്ചി. അപ്പോൾ ഓരോരുത്തർ ചോദിച്ചിട്ട് നമ്മൾ വെറുതെ എഴുതി കൊടുക്കരുത്, അവനോട് ചോദിക്കണം ആരാണ് 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 ഇതൊക്കെ ആരാണ്. നമ്മുടെ വീട്ടിൽ ഇവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ നമ്മൾ മുന്നിൽ നിർത്തി അവരെ കാണിച്ചു കൊടുത്ത് പറയിപ്പിക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ അനിയൻ അനിയത്തി അങ്ങനെ നമ്മൾ ഓരോ ചോദിച്ചിട്ട് അവനെ കൊണ്ട് എഴുതിപ്പിക്കുക. എഴുതാൻ അറിയത്തില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ എഴുതി പഠിപ്പിച്ചു കൊടുക്കുക. അപ്പോൾ അവൻ എഴുതിക്കോളും. അപ്പോൾ അത് അവൻ്റെ ബുദ്ധിയിൽ അത് നിന്നോളും. അതുപോലെ തന്നെ ഞാനിവിടെ ഒരു അമ്മയും ഒരു കുഞ്ഞിൻ്റെയും ഫോട്ടോ ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ട് ആരാണ് ചോദിക്കുക. അമ്മയാണെങ്കിൽ അമ്മ. തൊട്ടടുത്ത് നിൽക്കുന്നത് ആരാണ്, അനിയത്തിയാണോ അനിയനാണോ ചേച്ചിയാണോ ആരാണ് ചോദിക്കുക. അപ്പോൾ അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ അവൻ്റെ ബുദ്ധിയിൽ അത് നിൽക്കും. അപ്പോൾ അത് നമുക്ക് ചെയ്യിപ്പിച്ചു കൊടുക്കുക. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ വേറൊരു കാര്യം ഇതിനകത്ത് ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ വീട്ടിലെ ഓരോരുത്തരുടെ ഫോട്ടോ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഒട്ടിക്കുക. ഏറ്റവും മുകളിൽ അച്ഛനാണെങ്കിൽ അച്ഛൻ, അതിൻ്റെ തൊട്ട് താഴെ അമ്മ. പാസ്പോർട്ട് സൈസുള്ള ഫോട്ടോ, അച്ഛനാണെങ്കിൽ അച്ഛൻ, അമ്മ, അതുപോലെ അതിൻ്റെ തൊട്ട് താഴെ ചേട്ടൻ, ചേച്ചി, ഏറ്റവും താഴെ നമ്മുടെ കുട്ടിയുടെ ഫോട്ടോ ഒട്ടിക്കുക. എന്നിട്ട് പറഞ്ഞു കൊടുക്കുക ഏറ്റവും താഴത്തെ ആള് ഇതാണ്, ഏറ്റവും മുതിർന്ന ആൾ ഇതാണ്. അപ്പോൾ അവനതൊരു ഡയഗ്രാം പോലെ അവന് കിട്ടും. അതായത് ഇങ്ങനെയാണ് ചെയ്യുക: അച്ഛൻ, അമ്മ, ഇവിടുന്ന് ചേട്ടൻ, ചേച്ചി, കുഞ്ഞുവാവ, അച്ഛൻ, അമ്മ, ചേട്ടൻ, ചേച്ചി, കുഞ്ഞുവാവ. ഇങ്ങനെ ഒന്ന് അവരെ കൊണ്ട് വരപ്പിച്ചിട്ട് ഇങ്ങനെ ഒരു ഫോട്ടോ, അവനെ കൊണ്ടല്ല കുട്ടിയെ കൊണ്ടായാലും ഒരു ഫോട്ടോ ഒട്ടിപ്പിക്കുക.
ഇങ്ങനെ വരച്ചിട്ട് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ കുട്ടിക്ക് ഒട്ടിക്കാൻ പറ്റും ഒട്ടിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ഇങ്ങനെ ഒരു വീട് നമ്മൾ വരച്ചിട്ട് അതിന് കളർ ചെയ്തിട്ട് ഓരോ ഭാഗത്തിനും പ്രത്യേക കളറായിരിക്കണം, എങ്കിലേ പെട്ടെന്ന് പിടുത്തം കിട്ടുകയുള്ളൂ. അപ്പോൾ ഓരോ ഭാഗത്തിനും മേൽക്കൂരയ്ക്കാണെങ്കിൽ മേൽക്കൂരയ്ക്ക് ഒരു കളറ്, താഴത്തെ ഭിത്തിക്കാണെങ്കിൽ വേറെ കളറ്, ജനലിന് വാതിലൊക്കെ വേറെ ഒരു കളർ കൊടുക്കുക. എന്നിട്ട് ഇത് നമ്മൾ വെട്ടണം. വെട്ടിയിട്ട് നമ്മൾ പല പാർട്സ് ആക്കി കൊടുത്തിട്ട് പറയണം കുട്ടികളെ ഒട്ടിക്കാൻ പറയണം. അപ്പം കുട്ടിയുടെ കലാവാസന, കുട്ടിയുടെ ബുദ്ധിയിലുള്ള അറിവുകൾ നമുക്ക് പുറത്തെടുക്കാൻ കഴിയും. ആ എടുക്കുമ്പോൾ അവർക്ക് എൻ്റെ കുട്ടി വെട്ടി വരച്ചതാണിത്, ഞാൻ വെട്ടിക്കൊടുത്തു, അവനത് ഒട്ടിച്ചതാണ്, ഈ ഫോട്ടോ, ഈ പടം, ഈ പേപ്പർ, ഇതിൽ കാണുന്ന ഈ പിക്ചർ, ഈ മേളിൽ കാണുന്ന മേഘങ്ങൾ, ഇതൊക്കെ എൻ്റെ കുട്ടി തന്നെ വരച്ചതാണ്. അപ്പോൾ നമ്മൾ ഒന്ന് ചെയ്ത് കൊടുക്കുമ്പോൾ അവൻ അവൻ്റെ ബുദ്ധിയിലിരിക്കുന്ന കാര്യങ്ങൾ അവൻ വരയ്ക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കുട്ടിയെ ഇത് ചെയ്ത് പഠിപ്പിക്കുക. അപ്പോൾ ഇതിന് ശേഷം ഇനി വീണ്ടും കുറേ കാര്യങ്ങളുണ്ട്, അതുമായിട്ട് ഞാൻ വരും. നിങ്ങൾക്ക് എൻ്റെ ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. തൊട്ടടുത്തുള്ള ചുമന്ന അക്ഷരത്തിൽ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ നിങ്ങൾ അമർത്തി കഴിഞ്ഞാൽ എൻ്റെ വീഡിയോ അപ്പോൾ ലഭിക്കും. കൂടാതെ നിങ്ങൾ അഭിപ്രായം രേഖപ്പെടുത്തണം. നിങ്ങളുടെ ഓരോ അഭിപ്രായവും എൻ്റെ ഓരോ വിജയവും എൻ്റെ ചവിട്ടുപടിയുമാണ്. നിങ്ങളുടെ കുട്ടികൾക്ക് ഇന്നും പ്രയോജനപ്രദമാകട്ടെ എന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു.